കേന്ദ്ര സർക്കാരിന്റെ കർഷകരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കൊല്ലം അഞ്ചലിൽ റബ്ബർ കർഷക പഞ്ചായത്ത് സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം കിസാൻ സഭ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയം അവസാനിപ്പിക്കുക, റബ്ബറിന് 200 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുക, റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു റബ്ബർ കർഷക പഞ്ചായത്ത് സംഘടിപ്പിച്ചത്. അഞ്ചൽ JJ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. അവർ ബോണ്ട് മേടിച്ച് ബിയിലേക്ക് ഒരു 500 കോടി രൂപ 500 കോടി അവർ കൊടുത്താൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഉൾപ്പെടുന്ന റബ്ബർ കർഷകന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അറിയാതെ ചൂഷണം ചെയ്ത പൈസയുടെ ഒരു ചെറിയ പങ്കാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് അതിന്റെ പ്രാഥമികമായി നമുക്ക് തോന്നും ഇത് ആ കമ്പനി BJP കൊടുത്താണ്. പക്ഷെ അന്വേഷിച്ച് പോകുമ്പോൾ അത് നിങ്ങളെ ചൂഷണം ചെയ്ത് അവർ സംഭരിച്ച പൈസ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരു നയം കൊണ്ട് സഹായിച്ച ഒരു ഗവൺമെന്റിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് സുപ്രീം കോടതി പറഞ്ഞത് ഇത് കൈക്കൂലി സ്വഭാവമുള്ളതാണ്, ഇത് അന്വേഷിക്കണം. കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. M സലീം, VS സതീഷ്, അസീന മനാഫ്, ലെനു ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.